ഹലോ ഗൈസ്, നമുക്കിന്ന് ഫിഷ് കീപ്പിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെഡിസിൻസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നൊരു മെഡിസിനാണ് പാരസിഡോൾ FW എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഫിഷസിനൊക്കെ ഉള്ള ഒരു ഫംഗൽ ഡിസീസോ അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് ഡിസീസോ ആങ്കർ വേമിൻ്റെ ഇഷ്യൂസോ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതൊരു എക്സ്റ്റേണൽ മെഡിസിനാണ്. പിന്നെ നമ്മൾ ഫിഷസിനെയൊക്കെ തന്നെ ക്വാറൻറ്റൈനിലിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാവുന്നതാണ്. അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഒന്ന് കണ്ടീഷനാവായിടും. അന്നേരം നമുക്ക് വെള്ളത്തിൽ ഈ ഒരു മരുന്ന് ഒഴിച്ചിട്ടേക്കാം. കൂടുതലായിട്ടും ഈ മെഡിസിൻ നമ്മൾ കുയി ഫിഷസിനാണ് കൊടുക്കുന്നത്. കുയി ഫിഷിൻ്റെ ടാങ്കിലാണ് യൂസ് ചെയ്യുന്നത്. കാര്യം അതിന് വരുന്ന ഒരു സ്ലീപ്പിംഗ് ഡിസീസിന് ഇത് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതൊരു 60 ml ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 145 ആണ്. നമുക്കൊരു 100 അല്ലെങ്കിൽ 120 ഇത് അവൈലബിൾ ആണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ്. അടുത്തതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റും നമ്മൾ ഫിഷസിൻ്റെ ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 20 ഗ്രാമിന് 35 റുപ്പീസാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിലെ പൗഡർ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ പൗഡറിനെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച് മീനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് മുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് മുക്കി ഒരു 20 സെക്കൻഡ്സോ 30 സെക്കൻഡ്സോ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടറിൽ കഴുകിയിട്ടാണ് നമ്മൾ ടാങ്കിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ടാങ്കിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ടാങ്കിലേക്കും യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓവർ ഡോസ് ആവരുത്. ഓവർ ഡോസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിഷസിൻ്റെ ഗിൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഫിഷസിന് ചിലപ്പോൾ അത് വളരെ ടോക്സിനായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മുടെ ഫിഷസ് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തതാണ് ബ്ലൂ മെഡിസിൻ. ഈ ബ്ലൂ മെഡിസിൻ നമ്മൾ യൂഷ്വലി പറയുന്നതെന്ന് വെച്ചാൽ ഇത് മെത്തിലീൻ ബ്ലൂ ആണ്. ഇതിനകത്ത് വരുന്ന കോമ്പൗണ്ട് മെത്തിലീൻ ബ്ലൂ ആണ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഫംഗൽ ഡിസീസിനും പാരസൈറ്റ്സിനും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതും ക്വാറൻറ്റൈൻ ടൈമിലൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡോസേജ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 20 ലിറ്റേഴ്സ് വാട്ടറിന് 1 ml ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അത് എപ്പോഴും നമ്മൾ ഷോർട്ട് ഡിപ്സിന്, അതായത് ഇത് മരുന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് മീൻ അതിലേക്ക് ഒരു 10-20 മിനിറ്റ് മുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. അടുത്തത് കല്ലുപ്പാണ്. ഈ കല്ലുപ്പ് നമ്മൾ ഫിഷസിന് കൊടുക്കുന്നത്, അതായത് ആ വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ്. അതുപോലെ തന്നെ ഗിൽ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫംഗസിനെയൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യാനും ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷസിൻ്റെ ഓസ്മോ റെഗുലേഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫിഷസൊക്കെ ഒന്ന് കാമാവും. നമ്മളിപ്പോൾ കൊയി പോയിന്റിൽ തന്നെയാണെങ്കിൽ ഫിഷസ് ചാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചാട്ടമൊക്കെ നിന്നിട്ട് അത് വളരെ കാമായിട്ട് നിൽക്കും. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ്. നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ഫിഷസിൻ്റെ ബാക്ടീരിയൽ ഫംഗൽ ഡിസീസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ടാബ്ലറ്റിനകത്ത് ഒരു യെല്ലോ കളേർഡ് പൗഡറാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ യെല്ലോ കളർ പൗഡർ നമ്മൾ വെള്ളത്തിൽ കലക്കിയാണ് ഫിഷസിന് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് യെല്ലോ ആണത്. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫിഷസിന് കൊടുക്കുന്ന മെഡിസിൻസ്. അതുപോലെ ഈ ടെട്രാസൈക്ലിൻ നമ്മുടെ ഇതിന് വരുന്ന ബൾജായി, ഗിൽ ഡിസീസ്, പിന്നെ സ്ലീപ്പിംഗ് ഡിസീസ്, ഇതിനൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റെഡ്നെസ് മാറാനും കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പാരസിഡോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോൾട്ട്, ബ്ലൂ മെഡിസിനൊക്കെ നമുക്കൊരു പരിധി വരെ ഫിഷിന് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ടെട്രാസൈക്ലിനായിരിക്കും. അതിൻ്റെ ബോഡിയിലെ സ്ലൈം മാറാനായാലും റെഡ് ഫിൻസ് മാറാനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ടെട്രാസൈക്ലിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.